ഗുരുവും ഞാനും എന്ന പ്രിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിൽ മുങ്ങിത്തപ്പുകയാണ്. എൻ്റെ ജീവിത വീക്ഷണത്തെ എപ്പോഴും ഇരുത്തി ചിന്തിപ്പിച്ച ഒരാശയം ഇന്നും ഒരു മരീചിക പോലെ നമ്മെ കുഴപ്പിക്കുന്ന ഒന്ന്. ഇതിൽ താങ്കളെ സ്വാധീനിക്കുന്ന കാഴ്ചപ്പാട് ദയവായി കമൻ്റ് ചെയ്യാൻ മടിക്കില്ലല്ലോ. ഒരു കഥയിൽ തുടങ്ങാം. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനും ഭാര്യയും സ്കൂട്ടറിൽ പോകുമ്പോൾ അവരെ ഒരു കള്ളൻ തടഞ്ഞു നിർത്തി. കയ്യിലും കഴുത്തിലുമുള്ളതെല്ലാം മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരൻ സാമ്പത്തികമായി നന്നായി വളർന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു സമൂഹ സദ്യ നടത്തി. ധാരാളം ആളുകൾ പങ്കെടുത്ത ആ സദ്യയിൽ എതിർവശത്തെ പന്തിയിലിരുന്ന ഒരാളെ കണ്ട ഭാര്യ അയാളോട് പറഞ്ഞു, അയാളെ മനസ്സിലായില്ലേ? നമ്മെ മോഷ്ടിച്ച ആ കള്ളൻ. എന്നാൽ യാതൊരു ഭാവഭേദവും കൂടാതെ അദ്ദേഹം എല്ലാവരോടും എന്ന പോലെ ഇയാളുടെ അടുത്ത് എത്തി തൊഴുതു മുന്നോട്ട് പോയി. രാത്രി ഭാര്യ ചോദിച്ചു, നിങ്ങൾ അയാളെ മറന്നുപോയോ? ഇല്ല, പക്ഷേ ഇന്ന് അയാൾ കള്ളനല്ല, നമ്മുടെ അതിഥിയായിരുന്നു. അതിഥി ദേവോ ഭവ അല്ലേ നമ്മുടെ സംസ്കാരം. ഇതാണ് പെർസ്പെക്റ്റീവ്, നമ്മൾ കാണുന്ന രീതിയിലുള്ള വ്യത്യാസം. ഇനി കാര്യത്തിലേക്ക്. ഇതിലെ കഥാപാത്രങ്ങൾ രണ്ടുപേരാണ്. സംസാരിക്കുമ്പോൾ കൂടുതൽ അടുത്തിടപഴകുമ്പോഴൊക്കെ എന്നെ വിസ്മയിപ്പിച്ച രണ്ടുപേർ, നല്ല നിലയിൽ ജീവിക്കുന്നവർ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു എക്സ്റ്റംപറി, അതായത് പ്രിപ്പറേഷൻ ഇല്ലാതെ പെട്ടെന്ന് ചോദിക്കുന്ന ഇംപ്രോംപ്റ്റു ഗ്രൂപ്പ് സംവാദത്തിൽ ഈ രണ്ടുപേരോടും ഒരേ ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു: താങ്കളുടെ നോട്ടത്തിൽ ബീയിങ് റിച്ച്, സമ്പന്നനാകുക എന്നാൽ എന്താണ്? റിച്ച് എന്ന 4 അക്ഷരങ്ങളെ ഡിഫൈൻ ചെയ്യാം. സമ്പന്നനാകുക എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ഉടനടി ചിന്തിക്കുന്നത്? പണം. എന്നാൽ റിച്ച് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ബാങ്ക് അക്കൗണ്ടിലെ പണമാണോ ഒരാളെ സമ്പന്നനാക്കുന്നത്? റിച്ച് എന്ന വാക്കിലെ ഓരോ അക്ഷരവും അർത്ഥപൂർണവും സംതൃപ്തവുമായ ജീവിതത്തിൻ്റെ നിർണായക വശത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഒരേ നാണയത്തിൻ്റെ 2 പുറം ചിന്തകൾ. ഈ വീഡിയോയിൽ സമ്പന്നൻ എന്നതിൻ്റെ അർത്ഥം ഈ 2 പേരുടെ കണ്ണിലൂടെ വിശകലനം ചെയ്യാം. 2 സുഹൃത്തുക്കളും മുഖാമുഖം ഇരുന്ന് സംസാരം തുടങ്ങി. ഒന്നാമൻ. ആർ എന്നത് റിലേഷൻസ്, ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായുള്ള ശക്തമായ അർത്ഥവത്തായ ബന്ധങ്ങൾ സമ്പന്നമായ ഒരു ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിൽ കുടുംബം, സുഹൃത്തുക്കൾ, പ്രണയ പങ്കാളികൾ, സമൂഹം പോലും ഉൾപ്പെടുന്നു. സന്തോഷത്തിൻ്റെയും പിന്തുണയുടെയും അടിത്തറയായതിനാൽ ഈ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് ഞാൻ സമയവും ഊർജവും നിക്ഷേപിക്കും. രണ്ടാമൻ. എൻ്റെ നോട്ടത്തിൽ ആദ്യ അക്ഷരം ആർ റെസീലിയൻസിനെ സൂചിപ്പിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പോലും ഒരു റബ്ബർ പന്ത് തറയിൽ തട്ടി തെറിച്ചുയരും പോലെ തിരിച്ചു വരാനും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനും കാര്യങ്ങൾ എത്ര ദുഷ്കരമാകുമ്പോഴും മുന്നോട്ട് പോകാനുമുള്ള കഴിവുണ്ടാവണം. ലക്ഷ്യങ്ങൾ നേടുന്നവരെ ഉപേക്ഷിക്കുന്നവരിൽ നിന്ന് വേർതിരിക്കുന്നത് റെസീലിയൻസ് ആണ്. അതാണ് വിജയത്തിൻ്റെ അടിത്തറ. കൊള്ളാം. അപ്പോൾ ഐ എന്നത് ഇന്നർ പീസ്, ആന്തരിക സമാധാനമാണ്. അതായത് നമ്മുടെ ഉള്ളിൽ സംതൃപ്തിയും സന്തുലിതാവസ്ഥയും കണ്ടെത്തുക. സമ്മർദ്ദം കൈകാര്യം ചെയ്യാനും പോസിറ്റീവ് മാനസികാവസ്ഥ വളർത്തിയെടുക്കാനും സ്വയം പരിശീലിക്കണം. പ്രശ്നങ്ങൾ കൂടപ്പിറപ്പാവും. എന്നാൽ ബാഹ്യ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ തന്നെ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും സമ്പന്നമായ ഒരു ജീവിതം നമുക്കും കെട്ടിപ്പടുക്കാം. സാർ പറഞ്ഞത് ശരിയാണ്. എന്നാൽ എനിക്ക് ഐ എന്നാൽ ഇന്നവേഷൻ, പുതിയതിനെ കണ്ടെത്തലാണ്. ഐ നവീകരണത്തെ സൂചിപ്പിക്കുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും പ്രശ്നങ്ങൾക്ക് സൃഷ്ടിപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള കഴിവാണിത്. പുരോഗതിയിലേക്ക് നയിക്കുന്നത് നവീകരണമാണ്. പുരോഗതിയില്ല എങ്കിൽ വിജയമില്ല. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്നതും നമ്മുടെ ജീവിതത്തെ കൂടുതൽ രസകരമാക്കുന്നതും ഇതല്ലേ? ഇനി സി കോൺട്രിബ്യൂഷൻ, സംഭാവനയെ പ്രതിനിധീകരിക്കുന്നു. നമ്മൾ ജനിച്ചു ജീവിക്കുന്ന സമൂഹത്തിന് തിരികെ നൽകുകയും
ലോകത്ത് ഒരു മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നത് ജീവിതത്തെ സമ്പന്നമാക്കുന്നതിനുള്ള ശക്തമായ ഒരു മാർഗമാണ്. ഇതിന് സമയം സ്വമേധയാ നൽകുക, അതായത് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾക്ക് സംഭാവന നൽകുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരാൾക്ക് സഹായഹസ്തം നൽകുക എന്നിവ ഇതിലുണ്ട്. മൂന്നാമത്തെ അക്ഷരം സി, കറേജ്, ധൈര്യത്തെ സൂചിപ്പിക്കുന്നു. ചലഞ്ചസ് ഏറ്റെടുക്കാനും നമ്മുടെ ഭയങ്ങളെ നേരിടാനും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുമുള്ള സന്നദ്ധതയാണത്. ധൈര്യമാണ് സ്വപ്നങ്ങളെ പിന്തുടരാനും പ്രതിബന്ധങ്ങളെ മറികടക്കാനും ലോകത്തിൽ ഒരു മാറ്റം വരുത്താനും നമുക്ക് ശക്തി നൽകുന്നത്. എച്ച് എന്നത് ഹെൽത്ത്, ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതും മൊത്തത്തിലുള്ള ക്ഷേമത്തെ പിന്തുണയ്ക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതുമാണ് സമ്പന്നമായ ജീവിതം. ഇതിൽ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക, സജീവമായിരിക്കുക, ആവശ്യത്തിന് ഉറക്കം നേടുക, മാനസികവും വൈകാരികവുമായ ആരോഗ്യം കൈകാര്യം ചെയ്യുക എന്നിവ ഉൾപ്പെടുന്നു. ഞാൻ എച്ചെന്നതിനെ ബീയിങ് ഹ്യൂമെയിൻ എന്ന് പറയും. നമ്മൾ എല്ലാം ഹ്യൂമൻസ് ആണ്. എന്നാൽ ഹ്യൂമെയിൻ ആണോ? ഓരോ ദിവസവും വായിക്കുന്ന വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുന്നില്ലേ? മറ്റുള്ളവരോട് അനുകമ്പ, സഹാനുഭൂതി, ദയ എന്നിവ കാണിക്കാനുള്ള കഴിവല്ലേ നമ്മളെ ഹ്യൂമനാക്കേണ്ടത്? ഹ്യൂമെയിൻ ആയ ഹ്യൂമൻ മറ്റുള്ളവരുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത്, നമ്മെ മനുഷ്യരാക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നത് ഇതല്ലാതെ എന്താണ്? ഇനി നിങ്ങൾ പറയൂ, റിച്ച് എന്നത് പണമാണോ അതോ പണത്തേക്കാൾ വലുതാണോ? എത്ര പണമുണ്ടായാലും ശക്തമായ ബന്ധങ്ങൾ, ആന്തരിക സമാധാനം, ആരോഗ്യം എന്നിവ നിലനിർത്തുകയും ഒപ്പം പുതുമകൾ തേടാനും ഓരോ വീഴ്ചയിൽ നിന്നും പന്ത് പോലെ ഉയർന്നു വരാനുമുള്ള കറേജ്, എല്ലാത്തിനും ഉപരി മനുഷ്യത്വം കൂടി കൈമുതലാവുകയും ചെയ്താൽ, വെൽത്ത് ഈസ് ലൈക്ക് എ ഫ്യൂവൽ ടു എ കാർ. The more we have, the farther we can go in a short time, rather than stopping at every petrol stations of life. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. കൂടുതൽ അറിയാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഗുരുവും ഞാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടതിൽ സന്തോഷം. നമുക്ക് അടുത്ത വീഡിയോയിൽ വൈകാതെ കാണാം. താങ്ക് യു.